പുറത്തേക്ക് വന്ന് വാവിട്ട് കരയാൻ മാത്രം അറിഞ്ഞിരുന്നൊരു സമയത്ത് പിന്നീട് പതുക്കെ പതുക്കെ പടച്ചവനാണ് വളർത്തിക്കിടത്തിയത്. അവനാണ് ഇങ്ങനെ കൈകുത്തി നിൽക്കാൻ പഠിപ്പിച്ചത്, എഴുന്നേറ്റ് നിൽക്കാൻ, നടക്കാൻ, ഓടാൻ, എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടച്ചവൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് റബ്ബ് എന്ന് നമ്മൾ പറയുന്നത്. റബ്ബ് പടിപടിയായി വളർത്തുന്നവൻ. അല്ലാഹ് സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു റബ്ബാകുന്നത് പടിപടിയായി വളർത്തുക. പുറത്തേക്ക് വരുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പുകളും അങ്ങനെ തന്നെയാണ്. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാത്ത്. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായ സൂറത്ത് സുമറിലെ 6-ാമത്തെ വചനമാണ്. എന്താണ് പറഞ്ഞത്? ഗർഭപാത്രത്തിലെ 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സർവശക്തനായ അല്ലാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ അവൻ സംവിധാനിച്ചു നമ്മെ. ഘട്ടം ഘട്ടമായിട്ടാണ്. അതുകൊണ്ട് അവൻ റബ്ബായി. ആ റബ്ബ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമായി ഭൂമിയിലേക്ക് നമ്മെ പറഞ്ഞതിന്റെ ലക്ഷ്യം പറഞ്ഞത് ഈ സംസ്കരണത്തിന്റെ ആദ്യ സ്റ്റെപ്പാണ്. വിശ്വാസരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ഈ ദുനിയാവിൽ നമുക്ക് കുറെ ജോലി ചെയ്യണം, ഈ ദുനിയാവിൽ നമുക്ക് കുറെ അധ്വാനിക്കണം, ഈ ദുനിയാവിൽ നമ്മളെ കുറെ കഷ്ടപ്പെടണം. ഇങ്ങനെ ഓരോരുത്തർക്കും എല്ലാവരെയും ഒരുപോലെയാക്കിയിട്ടില്ല അല്ലാഹ്. എല്ലാവരെയും വ്യത്യസ്തരാക്കി. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ? എന്നെ പോലെ ലോകത്തൊരാളുമില്ല, എന്റെ വിയർപ്പ് ലോകത്താർക്കുമില്ല, എന്റെ കണ്ണ് ലോകത്തൊരാൾക്കുമില്ല, എന്റെ വിരലടയാളം ലോകത്തൊരാൾക്കുമില്ല, എന്റെ ഉമനീര് ലോകത്തൊരാൾക്കുമില്ല. എന്തിന്? എന്റെ മുടി പോലും ലോകത്തൊരാൾക്കുമില്ല. അതെനിക്ക് മാത്രമാണ്. കണ്ടാ നമ്മളെ മുടിയൊക്കെ എങ്ങനെയാണ്, പക്ഷെ എന്റെ മുടി ലോകത്തൊരാൾക്കില്ല. ഇങ്ങനെ നമ്മളെ വ്യത്യസ്തനാക്കി ഭൂമിയിലേക്ക് പടച്ചവൻ പറഞ്ഞു വിട്ടപ്പോ ഈ മുടിയെ കുറിച്ച് പഠിച്ച്, ഈ ഉമനീരിനെ കുറിച്ച് പഠിച്ച് ഗവേഷണം നടത്തി. അതിങ്ങനെ പ്രസംഗിക്കാനും പറയാനൊന്നുമില്ല. പിന്നെ നമ്മളെ ഈ ലോകത്തിലേക്ക് പറഞ്ഞു വെച്ചതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം അല്ലാഹ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ? അതാണ് ഇബാദത്ത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതാണ് മർമ്മം. അതിന് കുറച്ച് സമയമുള്ളൂ, കുറെ സമയമൊന്നുമില്ല. നമ്മുടെ കൂടെ ഒരേ ബെഞ്ചിലിരുന്നവർ ഒരുപാട് ആളുകൾ തിരിച്ചുപോയി. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. കോവിഡ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ആകെ പരന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ കൊറോണ വൈറസ് ഉണ്ടാക്കിയ COVID-19 എന്ന് പറയുന്ന രോഗത്തിന് കാരണമായി ഹേതുവായി നിൽക്കുന്ന വൈറസിനെ തൂക്കിക്കണക്കാക്കിയാൽ കിൻഡലൊന്നുമില്ല ഇല്ലാന്ന്. ലോകത്ത് മൊത്തം ആഫ്രിക്ക രാജ്യങ്ങളെ, യൂറോപ്യൻ രാജ്യങ്ങളെ, ഏഷ്യൻ രാജ്യങ്ങളെ, എല്ലാ രാജ്യത്തിലുമുള്ള കൊറോണ വൈറസിനെടുത്ത് തൂക്കിയാല് കിൻഡലന 100 കിലോനല്ലേ? ഇല്ലാന്ന്. എന്റെ പകുതിയില്ല. ചെറിയ തൂക്കള്ള ലോകത്തൊന്നിച്ച് കിടക്കുന്ന വൈറസ്. അത് മനുഷ്യരെ ഒന്നിച്ച് അല്ലെ മൂക്കടപ്പിച്ചു, വായടപ്പിച്ചു. മനുഷ്യരെ നമ്മൾ എത്ര ദുർബലരാണ്, മനുഷ്യരെ നമ്മൾ എത്ര നിസ്സാരന്മാരാണ്. നമ്മുടെ കൂടെയുള്ള എത്രയോ മനുഷ്യർ തിരിച്ചുപോയില്ലേ? നമ്മുടെ അതേ പ്രായത്തിലുള്ളവർ തളർന്നു വീണ് മരിച്ചില്ലേ? ഒരു നോക്ക് നേരെ ഭാര്യക്ക് കാണാൻ പറ്റാതെ, ഭർത്താവിന് കാണാൻ പറ്റാതെ, വാപ്പക്ക് കാണാൻ പറ്റാതെ, ഉമ്മക്ക് കാണാൻ പറ്റാതെ, അച്ഛനും അമ്മക്കും കാണാൻ പറ്റാതെ, ദൂരെ 10 അടിയും 20 അടിയും ദൂരെ നിന്ന് എത്തി നോക്കി ആശ്വാസം കൊള്ളേണ്ടി വന്നിട്ടില്ലേ? ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരുമിച്ചു നിന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ പോയിട്ടില്ലേ? എന്നിട്ട് മനുഷ്യന്റെ ധൂർത്തും അതിരുകിടക്കലും ദുർവ്യയങ്ങളും അവസാനിച്ചോ? ഇല്ല. എന്നാലെങ്കിലും മനുഷ്യരെന്ന് ആലോചിക്കാൻ തുടങ്ങിയോ? തുടങ്ങിയവരുണ്ട്. അവരെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. അല്ലാഹു അവർക്ക് നല്ലതായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പക്ഷേ ഭൂരിപക്ഷം മനുഷ്യരും ആലോചന നിമഗ്നരായിട്ടില്ല, ആലോചന നിമഗ്നരായി മാറിയിട്ടില്ല. ഇതിന്റെ പ്രത്യക്ഷ തെളിവുകൾ ലോകത്ത് ഇഷ്ടം പോലെ കാണാം. പരീക്ഷണങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോ മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫി നഫ്സിഹി വ വലദിഹി വ മാലിഹി ഹത്താ യൽഖ അല്ലാഹ തആല വമാ അലൈഹി ഖതിഅ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ പരീക്ഷണം ശരീരം കൊണ്ടായിരിക്കും, ചിലപ്പം പരീക്ഷണം മക്കളെ കൊണ്ടായിരിക്കും,
ചിലപ്പോ പരീക്ഷണം സമ്പത്ത് കൊണ്ടായിരിക്കും, ഇഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടായിരിക്കും. അതൊക്കെ ലോകത്ത് നടന്നിട്ടും മനുഷ്യരുടെ ആലോചനകൾ ഉണരുന്നില്ല. ഇപ്പോഴും മനുഷ്യര് അല്ലാഹുവിനെ വിട്ടുള്ള യാത്ര തുടങ്ങിയിരിക്കുകയാണ്, അവസാനിപ്പിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹങ്ങളധീപനായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനല്ലാഹ്, അവനെത്ര പരിശുദ്ധനാണ്. മുമ്പത്തെ ആളുകളെ കുറിച്ച് ചിന്തിച്ചു നോക്ക് നിങ്ങള്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന ഡാർക്ക് ഏജ് എന്ന് പറയുന്ന, ഇരുണ്ട യുഗം എന്ന് പറയുന്ന, ജാഹിലിയ കാലഘട്ടം എന്ന് പറയുന്ന കാലഘട്ടത്തെ കുറിച്ച് ആലോചിച്ചാൽ അസ്തിത്വമുള്ള ആളുകളെ കുറിച്ചാണ് അവർ ആരാധനയ്ക്ക് മുതിരുന്നത്. അങ്ങനെ ഒരു വാക്യം പറഞ്ഞാട്ടോ, എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരാളുണ്ടായിരുന്നു വദ് സുവാഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ വൈജ്ഞാനിക ലോകം വികസിച്ച് വിജ്ഞാനത്തിന്റെ വലിയ പുരോഗതിയിലേക്ക് എത്തി എന്ന് പറയുന്ന, കമ്പ്യൂട്ടറൈസ്ഡ് ലോകമാണെന്ന് പറയുന്ന, ഇന്റർനെറ്റ് യുഗമാണെന്ന് പറയുന്ന, വിവര സാങ്കേതിക ലോകത്തിന്റെ യുഗമാണ് എന്ന് പറയുന്ന കാലത്ത് പറയാനും പരിചയപ്പെടുത്താനും ഒരു അസ്തിത്വം പോലും ഇല്ലാത്ത ആളുകളിലേക്ക് മനുഷ്യർ അഭയം തൊടി. സത്യല്ലേ? എന്തിനൊക്കെയാണ് ആരാധിക്കുന്ന ആളുകൾ? പള്ളിയിൽ വെച്ച് പറയാൻ പറ്റൂ, ലിംഗത്തെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഭാരതത്തിന്റെ മണ്ണിൽ മരിച്ചുപോയ മനുഷ്യരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റി പൂജകളും ആരാധനകളും നടക്കുന്നുണ്ട്. ഉടുതുണി പോലും ശരീരത്തിലില്ലാത്ത ആളുകളെ തൊട്ടു വണങ്ങാനും, ഒരു നൂല് പോലും ശരീരത്തിൽ അണിയാത്ത ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോ അവരെ തൊട്ടു വണങ്ങാനും, അവരുടെ അടുക്കിലേക്ക് ചെല്ലാനും, അവർ കയറി നിൽക്കുന്ന കല്ല് തൊടാനും, അവർ കയറി നിൽക്കുന്ന തറ തൊടാനും അതൊക്കെ ആരാധനയായി കാണുന്നവർ നമ്മുടെ നാടിന്റെ മണ്ണിലുണ്ട്. അറിയോ? ഒരു മനുഷ്യനെ കുറിച്ച് പ്രശസ്തനാണ്, പ്രഗത്ഭനാണെന്ന് ആരൊക്കെ എഴുതി ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ കൈ ഈ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞ് അവിടെ ആരാധന നടത്തുന്നവരുണ്ട്. 4 കിലോമീറ്ററുകൾ അപ്പുറം ഇന്ന സ്ഥലത്തുണ്ടെന്നറിഞ്ഞ് അവിടെ ആരാധന നടത്തുന്നവരുണ്ട്. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ ഇന്ന സ്ഥലത്താണെന്ന് സാങ്കല്പിക കഥകൾ ഉണ്ടാക്കി ചരിത്രത്തിൽ ഹിസ്റ്ററി പരിശോധിച്ചുകൊണ്ട് രേഖകളൊന്നുമില്ലാതെ, ഉണ്ടെങ്കിൽ തന്നെ പാടില്ല, അത് വേറെ, പക്ഷേ രേഖകളൊന്നും തെളിയിക്കാനാവാത്ത മൗഢമായ വിശ്വാസത്തിലൂടെ കടന്നു ചെന്ന് ആളുകൾ ആരാധന നടത്തുന്നു. വള്ളിയിലേക്ക് അഭയം തേടുന്നവർ, കയറിൽ അഭയം തേടുന്നവർ. നിങ്ങളുടെ പരിസര പ്രദേശത്ത് തന്നെ അരട്ടക്കപ്പള്ളിയിൽ കയറുമായി ചില വിശ്വാസങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇതൊക്കെ ഏത് ലോകത്താണ് നടക്കുന്നത്? പാലക്കാടിലേക്ക് പോകുമ്പോൾ മണ്ണാർക്കാട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പൊതുപരിപാടികളിൽ ധാരാളമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഖബറൊന്നും അവിടെ അടുത്തില്ല. അവിടെ ചെന്നിട്ട് തൊട്ടില് കെട്ടാണ്. ഇത്ര സ്ത്രീകളാ വരുന്നത്, കയറ് വാങ്ങുക, തുണി വാങ്ങുക, എന്നിട്ട് ആ വള്ളിയിൽ തൊട്ടില് കെട്ടുക. എന്നാലോ കുട്ടി ഉണ്ടാവുന്ന വിശ്വാസം. അതിന് കാത്തു നിൽക്കുകയാണ് ആര്? ഈ മുസ്ലിം ഉമ്മത്ത്. അറിയോ ഏതാ ലോകം? മുസ്ലിം ഉമ്മത്തിലെ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികളും SSLCക്ക് ഫുൾ A+ വാങ്ങുന്ന ലോകം, +2 ഫുൾ മാർക്ക് വാങ്ങുന്ന ലോകം, റാങ്കുകളുടെ ലിസ്റ്റിൽ മുസ്ലിങ്ങൾ മുന്നിലാണ് എന്ന് അറിയാതെ പറഞ്ഞു പോകുന്ന ലോകം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടികൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഒരു മന്ത്രി പോലും തമാശക്ക് ചോദിച്ചു, ഇത് അറബിക് കോളേജാണോ? മനസ്സിലായില്ലേ? തമാശക്ക് ചോദിക്കാണ്, ഇതെന്താ അറബിക് കോളേജ് വിട്ട പോലെയാണ്. അത്ര കുട്ടികളാണ് പഠനരംഗത്തുള്ളത്. ആ ലോകത്താണ് ഇന്നും കല്യാണം കഴിഞ്ഞ് 5 വർഷമായി 10 വർഷമായിട്ട് മക്കളില്ലെന്ന് പറഞ്ഞ് ഒരു തൊട്ടിത്തൊടിയും വാങ്ങി കയറും വാങ്ങി വള്ളിയിൽ കെട്ടാൻ പോകുന്നത്. അവസാനിച്ചിട്ടില്ല. അന്ധവിശ്വാസങ്ങൾ കുറയുന്നില്ല, അനാചാരങ്ങൾ കുറയുന്നില്ല, ആവശ്യമില്ലാത്ത ചികിത്സകൾ അവസാനിക്കുന്നില്ല. ഈ പരിസര പ്രദേശത്ത് നിന്ന് തന്നെ വാർത്തകൾ വന്നു. അതിന്റെ നിജസ്ഥിതികൾ എനിക്കറിയില്ല, ഞാൻ അവിടേക്ക് ദീർഘമായി പ്രവേശിക്കുന്നില്ല. ചികിത്സ നിഷേധിക്കുന്ന ലോകം കടന്നു വരുന്നു. ഒരു കുഞ്ഞു ജനിച്ചിട്ട് ആ കുഞ്ഞിന് 5 ബാങ്കിന് ശേഷമേ മുലപ്പാല് കൊടുക്കാവൂ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കില്ല. ഡോക്ടർ നിർബന്ധിച്ചിട്ടും സിസ്റ്റർമാർ നിർബന്ധിച്ചിട്ടും അവസാനം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്നു. അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഏതാ ലോകം? ഇതൊരു നൂറ്റാണ്ടപ്പുറമുള്ള കഥയല്ല, ഒരു 10 പതിറ്റാണ്ടപ്പുറമുള്ള കഥയല്ല.
ഇന്നലകളുടെ ചരിത്രമാണ് ഈ പറയുന്നത്. അപ്പൊ കുട്ടിക്ക് 5 വാങ്ക് കൊടുത്തതിന് ശേഷം മുലപ്പാല് കൊടുക്കാവൂന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിന്റെ അപ്പുറം ഒരു ചങ്ങാതി മരിച്ചിട്ട് പറഞ്ഞത് 6 ദിവസം കഴിഞ്ഞാൽ ഞാൻ എഴുന്നേൽക്കും, അതുവരെ ആരും കബറടക്കാൻ പാടില്ല. ഇത് കാത്തു നിൽക്കാൻ മനുഷ്യരെ. നിങ്ങൾക്കറിയോ, ഞാൻ മരിച്ചിട്ട് 6ാമത്തെ ദിവസം എഴുന്നേൽക്കുന്നു, അതുകൊണ്ട് കബറടക്കം നടത്തരുത്. ഒരു ദിവസം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ചർച്ചയായി, കോടതി ഇടപെടുന്നു, പോലീസ് ഇടപെടുന്നു. ഈ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് മരണപ്പെട്ടിട്ട് എത്രയും വേഗത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതുപോലും ഇവിടുത്തെ മുസ്ലിങ്ങളല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജഡ്ജിമാരും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്ന ഒരു അപകടത്തിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ ആര് കൊണ്ടുപോയി? കുട്ടിക്ക് ശക്തമായ രോഗം വന്നിട്ട് പറയുന്നു, വേണ്ട, എല്ലാം അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്, അതിലൊന്നും പ്രശ്നമില്ല, ചികിത്സ വേണ്ട, മരുന്ന് വേണ്ട, ഹോസ്പിറ്റൽ വേണ്ട. ഞാൻ ചാനൽ ചർച്ച ശ്രദ്ധിച്ചു. അതിൽ ചാനലിൽ ഒരാൾ പറയുന്നെന്താ അറിയോ, മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിനെതിരാണ് എന്നാണ് അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിപ്പോവുക. അതിന് മറുപടി കൊടുക്കുന്ന ആൾ പറയുന്നു, സൗദി അറേബ്യ നിങ്ങൾ ഇസ്ലാമിക രാജ്യമാണെന്ന് പറയുന്ന രാജ്യമല്ലേ, അവിടെ എത്ര ഹോസ്പിറ്റലാണ്, മക്കയിൽ, മദീനയിൽ, പരിസര പ്രദേശങ്ങളിൽ ഹോസ്പിറ്റലില്ലേ? തിരിച്ചു വയ്ക്കുക ചാനൽ ചർച്ചയിൽ. ഇതൊക്കെ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? കുല്ലു ദാഇൻ ദവാ അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ടെന്നും ചികിത്സിക്കാനുമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്നാൽ ചാനൽ ചർച്ചയിലാവട്ടെ, അല്ലാത്ത ചർച്ചയിലാവട്ടെ, അതിനിടയിലൂടെ അല്ലാഹുവിന്റെ സംസാരമാകുന്ന കലാമുല്ലാഹ് എന്ന് പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനിനെ അവഹേളിക്കുന്ന വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നാം നഖശിഖാന്തം എതിർക്കണം. പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസം 63ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുന്ന ആ മാസത്തിൽ, ആ തിങ്കളാഴ്ച പുലർച്ചെ സുബഹി നമസ്കാരം ജമാഅത്തായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിർവഹിക്കുന്നത് വിരിപ്പ് നോക്കിക്കണ്ട് സന്തോഷത്തോടുകൂടി ആയിഷ ബീവിയോട് സന്തോഷവാക്കുകൾ പറഞ്ഞ ദിവസം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്ത് അന്നാസ് ഒക്കെ ഓതി പ്രവാചകന്റെ കൈകളിലേക്ക് ഊതി റസൂലുള്ളാഹിന്റെ കൈ കൊണ്ട് റസൂലുള്ളാഹിന്റെ ശരീരം തടവി കൊടുത്തത് നമ്മൾ വായിച്ചതാ. അല്ലാഹുവിന്റെ റസൂലിനേക്കാൾ പുണ്യകരമായ ഒരു കരം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, അതിനേക്കാൾ നല്ല കൈയാവില്ലല്ലോ എന്റെ കൈ, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കൈ എന്നെ ഉപയോഗിച്ചിട്ട് തടവി കൊടുത്തു. രോഗിയായി കിടക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആ 1/3 എന്ന് വിശേഷിപ്പിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസിനെ പോലെയുള്ള സൂറത്തുകൾ ഓതി തടവി കൊടുക്കുന്നതിന് അല്ലാഹു എതിർത്തിട്ടില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ എതിർത്തിട്ടില്ല, അല്ലാഹുവിന്റെ മതം എതിർത്തിട്ടില്ല. പക്ഷെ അതിരുകടക്കലുകൾ ഉണ്ടാവാൻ പാടില്ല. ഹോസ്പിറ്റലിൽ പാടില്ല, ചികിത്സ പാടില്ല, ഡോക്ടറെ അടുത്തേക്ക് പോവാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ മതത്തെ മറ്റുള്ള സമുദായങ്ങൾക്ക് മുന്നിൽ വക്രീകരിക്കുവാനും തേജോവധം ചെയ്യുവാനും ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. ഈ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഈ വിജ്ഞാനവേദിയിൽ ഞാൻ നിങ്ങളോട് പറയാണ്, എന്നെ പോലെയുള്ള, നിങ്ങളെ പോലെയുള്ള കൊച്ചു ഇതിന്റെ സഹയാത്രികന്മാർ, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന വഴിത്താരയിലൂടെ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുവാൻ കവലകളിലേക്ക്, തെരുവീതികളിലേക്ക്, തെരുവുകളിലേക്ക്, ഗ്രാമാന്തരങ്ങളിലേക്ക്, പട്ടണങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കുറച്ചെങ്കിലും ഉഷാറുള്ള സ്ഥലമാണ് കേരളം എന്ന് എല്ലാവരും പറയും. എന്താ കാരണം? ഒറ്റപ്പെട്ട പണ്ഡിതന്മാരിലൂടെ തുടങ്ങി വെച്ച് സനാഉള്ള മക്കി തങ്ങളെ പോലെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, സയ്യിദ് മൗലവി രണ്ടത്താണിയെ പോലെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, അലവി മൗലവിയെ പോലെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ, ഉമർ മൗലവിയെ പോലെ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. ഇഷ്ടംപോലെ ആളുകളെ പറയാനുണ്ട്, ഞാൻ വെറുതെ ഒരു 4-5 ആൾക്കാരെ സൂചിപ്പിച്ചു എന്ന് മാത്രം. സയ്യിദ് മൗലവി രണ്ടത്താണി പ്രസംഗിക്കുമ്പോ അദ്ദേഹത്തിന് അടി കിട്ടിയിട്ട് ഏറുകൊണ്ടിട്ട് പല്ല് കൊഴിഞ്ഞു പോയ പണ്ഡിതനാണ്. അരിച്ചാലിലേക്ക് തള്ളിയിട്ടപ്പോ
അന്നത്തെ മന്ത്രിയായ ഒരു സഖാവ് വന്ന് സെയ്ദ് മൗലവിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ വന്നിട്ട്, മന്ത്രിയാണ്, ചോദിച്ചു, പകരം എന്തു ചെയ്യണം? നിങ്ങൾക്കറിയോ നിങ്ങൾ ഉപദ്രവിച്ച ആളുകളെ? കണ്ട തിരിച്ചറിയൂ. സെയ്ദ് മൗലവി പറഞ്ഞു, കണ്ട തിരിച്ചറിയൂ. എന്ത് നടപടിയാണ് വേണ്ടത്? നിങ്ങളെ സുഹൃത്ത് എന്ന നിലക്ക്, ഒരു മന്ത്രി പദമുണ്ട് എന്ന നിലക്ക് ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് ശിക്ഷ കൊടുക്കാൻ റെഡിയാണെന്ന് പറഞ്ഞപ്പോ സെയ്ദ് മൗലവി രണ്ടെത്താണി മന്ത്രിയോട് പറഞ്ഞ വാക്കെന്തറിയോ? തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടതാണ്, പകരം എനിക്ക് തിരിച്ചൊന്നും ആവശ്യമില്ല. ഇതേ സ്ഥലത്ത് 3 ദിവസം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാനുള്ള പെർമിഷൻ തന്നാൽ മതി, എന്നാൽ എല്ലാത്തിനും പകരമായി ഇതേ സ്ഥലത്ത് 3 ദിവസം അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് പറയാൻ, തൗഹീദ് പറയാൻ, സുന്നത്ത് പറയാൻ അനുവാദം തന്നാൽ എല്ലാത്തിനും പകരമായി അതിന് നിങ്ങൾ പ്രൊട്ടക്ഷൻ നൽകണം എനിക്ക്. ആ സഖാവായ മന്ത്രി പറഞ്ഞു, റെഡി, സ്റ്റേജ് കെട്ടിക്കോളൂ, ഞാനുണ്ടാവും സ്റ്റേജ്. പറഞ്ഞിട്ടുണ്ട്. സെയ്ദ് മൗലവി ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ചരിത്രം വായിച്ചു നോക്ക് നിങ്ങൾ. അലവി മൗലവി എന്ന് പറയുന്ന മഹാമനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് പേടിപ്പിച്ച് ചോദിച്ചത്രേ, നിങ്ങൾ തൗഹീദ് പറയുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളെ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം തരണം. വായിച്ചു നോക്കി ചരിത്രം. ഞാൻ നമസ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം തരണം, എന്നിട്ട് സംസാരിക്കാൻ നമുക്ക്. നമസ്കരിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർ നമസ്കരിക്കാൻ വിട്ടു. ആ സമയത്തേക്ക് നമ്മുടെ പ്രവർത്തകന്മാർ എങ്ങനെയോ മനസ്സിലാക്കി അറിഞ്ഞ് അവിടെ ഓടിയെത്തി. ആ രക്ഷപ്പെട്ട ചരിത്രം അലവി മൗലവി സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും പുതിയ തലമുറയാണ്. നമ്മൾ ഈ തൗഹീദിന്റെയും പ്രബോധന പ്രവർത്തനത്തിന്റെയും ആദർശ പ്രബോധന രംഗത്തിന്റെയും വെളിച്ചത്തിലേക്ക് കടന്നു വന്നവരാണ്. പക്ഷേ നമ്മൾ വന്നപ്പോഴേക്ക് തന്നെ മരങ്ങൾ പൂവിട്ട് കായ്ച്ച് പന്തലിച്ച് നിൽക്കുന്ന തണലിലേക്കാണ് വന്നത്. അതുകൊണ്ട് വേദന മനസ്സിലായിട്ടില്ല, പ്രയാസം മനസ്സിലായിട്ടില്ല. ഞാനിത് പറയുന്നത് മുൻഗാമി ഇന്നത്തെ ലോകത്ത് ഇതാണ് അവസ്ഥയെങ്കിൽ 1 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ പണ്ഡിതന്മാർ നടത്തുന്ന ആ പ്രബോധന പ്രവർത്തനത്തിന്റെ ഉമർ മൗലവി പറയാണ്, ഒരു ലോറിയിലേക്ക് എന്നെ കയറ്റി ഒരാൾ, ഞാനൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ചു പോവാണ്, അവിടെ ചെന്നിട്ടൊരു പീഡിക കൊലായിൽ ഞാൻ കയറി നിന്നു. എന്നിട്ട് ആളുകളോട് പറഞ്ഞു, എല്ലാ മനുഷ്യരും വരി, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട്. മൈക്രോഫോൺ കെട്ടിക്കൊടുക്കാൻ ആരുമില്ല, മൈക്ക് കെട്ടിക്കൊടുക്കാൻ ആരുമില്ല. അവിടെ ചെന്നിട്ട് എല്ലാവരോടും അടുത്തേക്ക് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു. നല്ല വെളുത്ത സുമുഖനായ ഒരു താടി വെച്ച മനുഷ്യൻ വന്നിട്ട് പറയാണ്, എല്ലാവരും വരുമെന്ന്. എല്ലാവരും വന്നു. അപ്പോ തൗഹീദ് പറയാൻ തുടങ്ങിയപ്പോ ഇത് പറയാനാണോ? ആട്ടി ഓടിച്ചു. അവിടുന്ന് പോകുമ്പോ ഒരു ലോറിക്ക് ഞാൻ കൈകാട്ടി എന്റെ നാട്ടിലേക്ക് എത്താൻ. ലോറി ഡ്രൈവനെ നിർത്തി എന്നോട് കയറാൻ പറഞ്ഞു. കയറിട്ട് എന്നോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ, എവിടുന്നാണ് വരുന്നത്? പരിചയപ്പെട്ട പറഞ്ഞു, നിങ്ങളാണില്ലേ വഹാബിസം പ്രചരിപ്പിക്കുന്ന ഉമർ, ഇറങ്ങണ എന്ന് പറഞ്ഞു. ഞാൻ ലോറിയിൽ നിന്ന് ഇറങ്ങി. എന്റെ കയ്യിലൊരു തീപ്പെട്ടി ഉണ്ടായിരുന്നു. അതിന്റെ കൊള്ളി ഞാൻ ഒന്നൊരതും അത് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് കുറച്ച് നടക്കും. അങ്ങനെ നടന്ന് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തി ഞാൻ ബാങ്ക് കൊടുക്കുന്നത് വരെ, സുബഹി വരെ ഇരുന്നു. അല്പസമയം പകലുറങ്ങി അടുത്ത പ്രസംഗ സ്ഥലത്തേക്ക് ഞാൻ നടക്കുകയായി. അങ്ങനെ കെട്ടിപ്പടുത്തതാണ് ഈ ആദർശത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ, അല്ലേ? ഇതില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കണ്ടോ? നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, പടച്ചോൻ നമുക്ക് നൽകിയതാണ്, നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കിടന്നത് നമുക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും വേണ്ട, നമ്മൾ ഉമ്മാന്റെ മുലപ്പാല് കുടിക്കുന്ന പ്രായത്തിലെ കഥ നമുക്കാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പടച്ചോ നമുക്ക് കനിഞ്ഞു നൽകിയതല്ലേ, അല്ലേ? അല്ലാഹുവിന്റെ സംരക്ഷണത്തിലല്ലേ നമ്മൾ ഇങ്ങനെ വളർന്നു വലുതായത്. എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാനാകുമ്പോ, സ്വന്തം കാലിൽ നടക്കാനാകുമ്പോ, ഉപജീവന മാർഗങ്ങൾ തേടി ഇറങ്ങാനുള്ള എല്ലാവിധ ശാരീരികമായ കഴിവുകളും എത്തുമ്പോ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ വിശ്വാസരംഗത്ത് നാം അപജയിച്ചുപോയി, തകർന്നുപോയി എന്ന് പറയേണ്ടി വരും. ഈ തൗഹീദ് മനസ്സിലാക്കിയ ആളുകളോട് എന്തിനാ പറയുന്നത്? നമ്മളതിന്റെ വില മനസ്സിലാക്കാനാണ്, അതിന്റെ വില മനസ്സിലാവാനാണ്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ, അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പടച്ചവൻ അത് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയത് മരണം വരെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ, മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅ.
ഒന്നിനെയും അല്ലാഹുവിൽ പങ്കു ചേർക്കാതെ ഒരാൾ മരിച്ചാൽ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. ഇതിലും വലിയ വാക്കെന്താ സുഹൃത്തുക്കളെ? ഓഫർ എന്താ?